നേറ്റോ സഖ്യത്തിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലെ ബ്രിട്ടന്റെ സൈനിക സേവനങ്ങൾ തള്ളിപ്പറഞ്ഞ ട്രംപിനെതിരെ പ്രതിഷേധം ശക്തം. ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് ബ്രിട്ടന്റെ സേവനം വലിയ കാര്യമല്ല എന്ന പരാമർശം ട്രംപ് നടത്തിയത്. ട്രംപിന്റെ പരാമർശത്തിനെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഹാരി രാജകുമാരനും രംഗത്തെത്തി. നേറ്റോ സഖ്യത്തിന്റെ ഭാഗമായ ബ്രിട്ടന്റെ അഫ്ഗാനിസ്ഥാനിലെ ഇടപെടലുകൾ നിസ്സാരമെന്ന പരാമർശമാണ് ട്രംപ് നടത്തിയത്. ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരെ ബ്രിട്ടനിൽ ഉയരുന്നത്. 2001 അഫ്ഗാൻ സൈനിക നീക്കത്തെയാണ് ട്രംപ് ആക്ഷേപകരമായി പരാമർശിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ മാത്രം 457 ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. The 457 of our armed services who lost their lives in Afghanistan. I will never forget their courage, their bravery, and the sacrifice that they made for their country. There are many also who were injured, some with life-changing injuries. And so I consider President Trump's remarks to be insulting and frankly appalling. സൈനികരുടെ ത്യാഗത്തെ അവഹേളിച്ച ട്രംപ് മാപ്പ് പറയണമെന്ന് അഫ്ഗാനിസ്ഥാനിൽ മരിച്ച ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ മാതാവും ആവശ്യപ്പെട്ടിരുന്നു. മാപ്പ് പറയണമെന്ന ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായും കെയർ സ്റ്റാമർ പറഞ്ഞു. She has said that you need to be tougher with President Trump and demand an apology from him. Will you call for an apology from the President? Well, I've made my position clear, and what I say to Diane is if I had misspoken in that way or said those words, I would certainly apologise, and I'd apologise to her. This is becoming a bit of a habit now. You're having to distance yourself and criticise the President. It's about third or fourth time in this week. Are you getting a bit exasperated by some of the things President Trump says? We have a very close relationship with the US, and that is important for our security, for our defence and our intelligence, and it's very important we maintain that relationship. But it is because of that relationship that we fought alongside the Americans for our values in Afghanistan. And it was in that context that people lost their lives or suffered terrible injuries, fighting for freedom, fighting with our allies for what we believe in. സ്വകാര്യ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് അഫ്ഗാനിസ്ഥാനിലെ ബ്രിട്ടന്റെ ഇടപെടലിനെ അവഹേളിക്കുന്ന രീതിയിൽ നിലപാടെടുത്തത്. അഫ്ഗാനിസ്ഥാനിൽ താൻ സേവനം ചെയ്തിട്ടുണ്ടെന്നും തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഇടമാണ് അതെന്നും ഹാരി രാജകുമാരനും പറഞ്ഞു. നേറ്റോ സഖ്യത്തിന്റെ ഇടപെടൽ ഗ്രീൻലൻഡ് ഏറ്റെടുക്കൽ വിഷയത്തിൽ ഉണ്ടായതിന് പിന്നാലെയാണ് ട്രംപ് പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.